ഉത്തര കർണാടകയിലെ ഗുൽബർഗയിലാണ് നമ്മുടെ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത്. ഗുൽബർഗയുടെ പുതിയ നാമം കലാബുർഗി എന്നാണ്. ചരിത്രാവശേഷിപ്പുകൾക്കും വാസ്തുവിദ്യകൾക്കും ഏറെ പേരുകേട്ട ഒരു സൂഫി നഗരം കൂടിയാണ് ഗുൽബർഗ. 14-ാം നൂറ്റാണ്ടിൽ ഡക്കാൻ മേഖലയിൽ നിലനിന്നിരുന്ന ബഹ്മാനി രാജവംശത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള മോണ്യുമെൻറ്റ്സിൽപ്പെട്ടതാണ് ഗുൽബർഗയിലുള്ള ഗുൽബർഗ ഫോർട്ടും അതിനകത്തുള്ള ജമാ മസ്ജിദും. ബഹ്മാനി രാജവംശത്തിലെ അലാവുദ്ദീൻ ബഹ്മാൻ ഷാ എന്ന രാജാവാണ് ഈ കോട്ടയെ ശക്തിപ്പെടുത്തിയത്. വിശാലമായ ഈ കോട്ടക്കകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഇസ്ലാമിക് മോണ്യുമെൻറ്റ്സുകൾ നിലകൊള്ളുന്നുണ്ട്. പള്ളി, പാലസ്, വ്യത്യസ്തമായ സൂഫികളുടെ ടോംബുകളെല്ലാം ഈ ഒരു കോട്ടക്കകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗുൽബർഗയിൽ നിന്ന് ബിദറിലേക്ക് തങ്ങളുടെ തലസ്ഥാനം മാറ്റുന്നതുവരെ ബഹ്മാനികളുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഗുൽബർഗ ഫോർട്ട്. 1347 മുതൽ 1424 വരെയായിരുന്നു ഗുൽബർഗയെ ആസ്ഥാനമാക്കിയിട്ട് ബഹ്മാനികൾ ഭരണം നടത്തിയത്. ഈ കാണുന്നത് ബഹ്മാനികൾ 14-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കികളാണ്. ഇതുപോലെ ഒട്ടനവധി പീരങ്കികൾ ഈ ഫോർട്ടിൻ്റെ 4 ഭാഗത്തും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗുൽബർഗ ഫോർട്ടിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ബാരാഗാസി ടോപ്പാണ്. ലോകത്തെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് കാനോൺ സ്ഥിതി ചെയ്യുന്നത് ഗുൽബർഗ ഫോർട്ടിനകത്താണ്. 30 to 50 കിലോമീറ്റേഴ്സ് പരിധിവരെ ഫയറിംഗ് റേഞ്ചുള്ള പീരങ്കിയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഗുൽബർഗ ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. വിശാലമായ ഗുൽബർഗ സിറ്റിയുടെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇവിടെ നിന്നും വിശാലമായ ബഹ്മാനി ഈദ്ഗാഹിൻ്റെയും ഷോർ ഗുംബസിൻ്റെയും കാഴ്ചകൾ കാണാം. കോട്ടക്കകത്തുള്ള സൈനികർക്ക് പാസ് ചെയ്യാനുള്ള തുരങ്കപാതയും അത്ഭുതം തന്നെ. കോട്ടക്കകത്തുള്ള കെട്ടിടങ്ങളിലും ചുറ്റുപാടുമായിട്ട് ധാരാളം ദർഗകളും മക്ബറുകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗുൽബർഗ ഫോർട്ടിനകത്ത് ഒട്ടേറെ ചരിത്രശേഷിപ്പുകളും നിർമ്മിതികളും ഉണ്ടെങ്കിലും അതെല്ലാം വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. മറ്റുള്ള ബഹ്മാനി മോണ്യുമെൻറ്റ്സിനെ പോലെ ജാമിയ മസ്ജിദിലെ വാസ്തുവിദ്യകൾ ഇന്തോ ഇസ്ലാമിക് ആർക്കിടെക്ചർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. കോട്ടയുടെ നിർമ്മാണ ശേഷം 1300-ൻ്റെ അവസാന സമയങ്ങളിലാണ് ഫിറോസ് ഷാ എന്ന രാജാവ് ഈ ജാമിയ മസ്ജിദ് നിർമ്മിക്കുന്നത്. തുഗ്ലക്കിയൻ ശൈലിയും ഈ പള്ളിയുടെ വാസ്തുവിദ്യയിൽ കാണാൻ സാധിക്കും. ഒരേ സമയം ആയിരക്കണക്കിന് പേർക്ക് നിസ്കരിക്കാനും ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യവും വിശാലതയും ഈ പള്ളിക്കകത്തുണ്ട്. തൊട്ടടുത്ത് നിലകൊള്ളുന്ന ഒട്ടനവധി കുബ്ബകളും മിഹ്റാബിൻ്റെ ചത്വരത്തിൽ നിലകൊള്ളുന്ന വലിയ കുബ്ബയും ഈ പള്ളിയുടെ മനോഹാരിതയെ വർദ്ധിപ്പിക്കും.